അപ്പോൾ വെൽക്കം ബാക്ക് ടു SSS916 എക്സ്ക്ലൂസീവായിട്ടുള്ള ഒരു ഓഡിയോ നമ്മുടെ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ്റേതായിട്ട് ജെട്ടി ജിനുവിൻ്റെ ചാനലിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ ഞാനൊന്ന് തരാമെന്ന് കരുതി. അതിൽ ഡോക്ടർ പറയുന്നത് പവറിനെ കണ്ടിട്ടുണ്ട്, പവറിൻ്റെ വീഡിയോ കാണില്ല. ഓക്കെ, അത് പവർ പറയട്ടെ, എനിക്ക് അതിനെക്കുറിച്ച് പറയാനില്ല. ദെൻ SSS എന്ന് പറയുന്ന അവരുടെ അധികം വീഡിയോ കണ്ടിട്ടില്ല എന്നാണ് പുള്ളിക്കാരൻ പറഞ്ഞത്. അധികം വീഡിയോ കണ്ടിട്ടില്ല, എന്നെ അറിയത്തില്ല എന്ന് ഡോക്ടർ പറഞ്ഞിട്ടില്ല. ഓക്കെ, ഇനി അറിയത്തില്ല എന്ന് പറഞ്ഞാൽ എനിക്കൊരു ചുക്കൂലടേ. ഞാൻ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഞാൻ ഈ പറയുന്ന ജിനൂസും ഈ പറയുന്ന വിനീതും ഒരു തെളിവ് കൊണ്ടുവരാമോ? ഞാൻ ഡോക്ടറെ സംസാരിച്ചിട്ടുണ്ട്, ഡോക്ടറെ കണ്ടിട്ടുണ്ട്, ഡോക്ടർ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട് എന്ന് പറയുന്ന ഏതെങ്കിലും ഒരു ഓഡിയോ, അല്ലെങ്കിൽ ഏതെങ്കിലും പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഞാൻ പറഞ്ഞ ഒരു ഓഡിയോ നിങ്ങൾക്ക് രണ്ടുപേർക്കും കൊണ്ടുവരാൻ കഴിയുമോ? ഞാൻ അങ്ങനെ എവിടെയും പറഞ്ഞിട്ടില്ല. പിന്നെ ഇപ്പറയുന്ന റോബിനെ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നത് നിങ്ങളെപ്പോലെ റോബിൻ്റെ ഫെയിമിൽ നിൽക്കുന്ന സമയത്തല്ല. റോബിൻ ഇക്കാര്യങ്ങളൊക്കെ വിശ്വസിച്ച് പറഞ്ഞ ഇതേ വിനീത് എന്ന് പറയുന്ന വ്യക്തി കൂടെയുള്ള 3 ഫ്രോഡുകളും ചേർന്ന് റോബിനെയും പൊടിയെയും ഡീഗ്രേഡ് ചെയ്യുന്ന സമയത്താണ് റോബിനെ ഞാൻ സപ്പോർട്ട് ചെയ്ത് വന്നിട്ടുള്ളത്. പിന്നെ ഇനി റോബിനെ അറിയാൻ വേണ്ടി ഒരു കാര്യം കൂടി ഞാൻ പറയാം. റോബിൻ്റെ അമ്മയോട് ചോദിക്കുക, ബീനാമ്മ SSS എന്ന് പറയുന്ന സനുവിനെ വിളിച്ചിട്ടുണ്ടോ, സംസാരിച്ചിട്ടുണ്ടോ, റോബിന് വേണ്ടി വീഡിയോ ചെയ്യണം എന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ടോ എന്നൊന്ന് ചോദിക്കുക. എൻ്റെ നമ്പർ ഞാൻ കൊടുത്തിട്ടില്ല നിങ്ങളുടെ അമ്മയ്ക്ക്. നിങ്ങളുടെ അമ്മ എവിടുന്നോ എൻ്റെ നമ്പർ തപ്പിയെടുത്ത് എന്നെ വിളിച്ചതാണ്. അതറിയാവുന്ന ഏക വ്യക്തി നമ്മുടെ സിമിത് ബ്രോയാണ്. ഞാൻ സിമിത് ബ്രോയ്ക്ക് ഈ നമ്പർ, കാരണം ബീനാമ്മ എന്നെ വിളിച്ച് സംസാരിക്കുമ്പോഴും അത് ബീനാമ്മ തന്നെയാണോ എന്ന് എനിക്കറിയില്ല. അങ്ങനെ ഈ നമ്പർ ഞാൻ സിമിത് ബ്രോയ്ക്ക് അയച്ചു കൊടുത്തിട്ട് ഇത് ബീനാമ്മയുടെ നമ്പറാണോ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു അതേന്ന്. അതുകൊണ്ട് ഡോക്ടർ ഇത് അമ്മയോട് ചോദിക്കുന്നത് ഒന്ന് നല്ലതായിരിക്കും. ഇനി ഡോക്ടർക്ക് തിരിച്ചൊരു ഓർമ്മയ്ക്ക് വേണ്ടി ഞാൻ പറയാം. വിജയരാജ് എന്ന് പറയുന്ന വ്യക്തി നിങ്ങളുടെ ഭാവി തകർക്കാൻ വേണ്ടി ഒരു സംഗതി പ്ലാൻ ചെയ്യുന്നു എന്നുള്ള കാര്യം നിങ്ങളുടെ മാനേജരായി അന്നിരുന്ന അൻഷാദ് വഴി നിങ്ങളിലേക്ക് എത്തിച്ച വ്യക്തി ഞാനാണ്. അന്ന് അൻഷാദിൽ നിന്ന് എൻ്റെ വോയിസ് ഈ പറയുന്ന ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ വാങ്ങിയിട്ടുണ്ട്. അത് നിങ്ങളുടെ അച്ഛൻ അയച്ചു കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ അച്ഛൻ അത് അതുപോലെ വിജിരാജിനും അയച്ചിട്ടുണ്ട്. സോ പിന്നെ റോബിൻ എന്നെ അറിയില്ല, അല്ലെങ്കിൽ എൻ്റെ അധികം വീഡിയോ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞതിൽ എനിക്ക് യാതൊരു വിഷമവും ഇല്ലടേ. നിങ്ങളൊക്കെയാണ് റോബിനെ നിങ്ങളുടെ കൂടെ നടക്കാത്തത് കൊണ്ടും നിങ്ങളുടെ നിങ്ങൾ പുള്ളിക്കാരനെ വിറ്റ് ആദ്യം സപ്പോർട്ട് ചെയ്ത് കുറേ പണം വാങ്ങിച്ചിട്ട് പിന്നെ പുള്ളിക്കാരൻ നിങ്ങളുടെ കൂടെ നിൽക്കാതെ നിങ്ങളെ ചവിട്ടി പുറത്താക്കിയപ്പോൾ എഗെയിൻസ്റ്റ് വീഡിയോ ചെയ്തതാണ്. റോബിൻ എന്നെ മാത്രമല്ല, ഇതിനു മുമ്പ് വിജയരാജിനെയും അറിയില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പുള്ളിക്കാരൻ എഗെയിൻസ്റ്റ് വീഡിയോ ചെയ്തു. ഇപ്പോൾ റോബിൻ എന്നെ എൻ്റെ അധികം വീഡിയോ കണ്ടിട്ടില്ല എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് ഞാനിപ്പോൾ റോബിനെ തള്ളിപ്പറയാൻ പോകുന്നില്ല. റോബിൻ എന്നെ അറിയണമെന്നോ അല്ലെങ്കിൽ റോബിൻ എന്നെ കാണണമെന്നോ കെട്ടിപ്പിടിക്കണമെന്നോ പറഞ്ഞിട്ടല്ല ഞാൻ വീഡിയോ ചെയ്യുന്നത്. കുറച്ച് റോബിൻ ഫാൻസ് ഉണ്ട്, അവർക്ക് സന്തോഷമാണ് എൻ്റെ വീഡിയോസ് കുറേ ജനങ്ങളിലേക്ക് എനിക്കറിയാവുന്ന കാര്യങ്ങൾ എത്തിക്കുക. ഇത്രയും ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. ഓക്കെ, അത് ഇനിയും തുടരും. അതിനിപ്പോൾ റോബിൻ കണ്ടാലും കണ്ടില്ലേലും എനിക്കൊരു ചുക്കുമില്ല. നിങ്ങളെപ്പോലുള്ള വലിയ ആൾക്കാരല്ല നമ്മൾ കുഞ്ഞു ആൾക്കാർ, പക്ഷെ ജെന്യൂനിറ്റി ഉണ്ട്. നിങ്ങൾ വലിയ ആൾക്കാർ, ജെന്യൂനിറ്റി ഇല്ല. റോബിന് പറ്റുന്ന അബദ്ധം ഇതാണ്. റോബിൻ വലിയ ആൾക്കാരെ വിശ്വസിക്കും, പക്ഷെ റോബിന് പണിയും കിട്ടും. ഞങ്ങളെപ്പോലുള്ളവർ നിങ്ങൾ ചതിക്കില്ല ഡോക്ടറെ, അത് മാത്രം മനസ്സിലാക്കുക ഇനിയെങ്കിലും. അപ്പോൾ ഇനി അടുത്ത കാര്യത്തിലേക്ക് വരാം. പൊടിയുടെ വിഷയത്തിൽ സത്യമാണ്, ഞാനൊരു കള്ളം സോഷ്യൽ മീഡിയയിലല്ല പറഞ്ഞത്, വിനീതിനോട് പേഴ്സണലി. അല്ലെങ്കിൽ ഈ പറയുന്ന വിനീത് എല്ലാം റെക്കോർഡ് ചെയ്യുന്നവനാണല്ലോ. നിൻ്റെ മകൻ്റെ തലയിലടിച്ച് നിനക്ക് സത്യം ചെയ്യാമോ? ഞാൻ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് പൊടി എന്നെ വിളിച്ചു എന്ന് പറഞ്ഞൊന്ന് അതിൻ്റെ എന്തെങ്കിലും ഒരു എവിഡൻസ് നിനക്കോ ഈ പറയുന്ന ജിനൂസിനോ ഇടാൻ പറ്റുമോ? പക്ഷേ പൊടി എനിക്ക് ഇൻസ്റ്റയിൽ എനിക്ക് ഹാർട്ട് തന്നിട്ടുണ്ട്. അത് ഞാൻ എൻ്റെ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇന്ന് ഞാൻ അതെടുത്ത് തിരിച്ച് പോസ്റ്റാ. അപ്പം മനസ്സിലാകും പൊടിക്ക് എന്നെ അറിയോ ഇല്ലേന്ന്. ഓക്കെ, അറിയോ ഇല്ലേന്ന്. പിന്നെ പൊടി ഒരുപാട് പേർക്ക് ഇങ്ങനെ ഹാർട്ട് കൊടുക്കാറുണ്ട്, അത് ഞാൻ പറഞ്ഞിട്ടുമുണ്ട്. അങ്ങനെ ഒരു തരത്തിൽ നമുക്ക് തന്ന ഹാർട്ടാണോന്നും എനിക്കറിയില്ല. കാരണം ചാനലിൻ്റെ പേര് SSSഉം ഈ പറയുന്ന നമ്മുടെ ഇൻസ്റ്റയുടെ പേര് സനുശ്രീ എന്നുമാണ്. സോ പൊടി അറിയാതെ തന്നതുമായിരിക്കാം. പക്ഷെ പൊടിയുടെ ഹാർട്ട് കിട്ടിയിട്ടുള്ള ഒരാളാണ് ഞാൻ പറഞ്ഞിട്ടുള്ളൂ. വിനീതിൻ്റെ അടുത്ത് പേഴ്സണലിയാണ് ഞാൻ പറഞ്ഞത് പൊടി എന്നെ വിളിച്ചു എന്ന്. അത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ പൊടിയുടെ ഈ ഒരു സൂയിസൈഡ് അറ്റംപ്റ്റ് കാര്യവും ബ്രേക്കപ്പ് വിഷയവും നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ആഘോഷമാക്കുന്ന സമയത്ത്
ഡോക്ടർ റോബിന് ഇന്നും ഞാൻ തറപ്പിച്ച് പറയുന്നു, ഞാൻ പറഞ്ഞ വാക്കിൽ ഞാൻ ഉറച്ചു നിൽക്കുന്നു. ഡോക്ടർ റോബിൻ്റെ കൂടെ ഇന്നും കൂടെയുള്ള ഒരു സ്ത്രീയും ഒരു പുരുഷനുമാണ് എന്നെ വിളിച്ചിട്ട് നിങ്ങൾ തമ്മിൽ ബ്രേക്കപ്പ് ആയിട്ടില്ലെന്നും പൊടി ഓരോ കൺഫ്യൂഷനിലാണെന്നും അതുകൊണ്ട് തന്നെ വീഡിയോ ധൈര്യമായിട്ട് ചെയ്യാനും പറഞ്ഞത് നിങ്ങളുടെ കൂടെ ഇന്നും നടക്കുന്ന 2 വ്യക്തികളാണ്. നിങ്ങൾ എന്നോട് അത് ചോദിച്ചാൽ ആരെന്ന് ഞാൻ പറയാം. പക്ഷെ സോഷ്യൽ മീഡിയയിലെ മുമ്പിൽ എനിക്ക് അവരെ ഇട്ട് കൊടുക്കാൻ പറ്റില്ല. അതോടൊപ്പം മറ്റൊരു യൂട്യൂബർ 3 പേരെയും എനിക്ക് ഇട്ട് കൊടുക്കാൻ പറ്റില്ല. പക്ഷെ നിങ്ങൾ എന്നോട് ചോദിച്ചാൽ ഞാൻ പറയാം ആരെന്ന്. അവർ 2 പേരുമാണ് നിങ്ങളുടെ ഇഷ്യൂ നടക്കുന്ന സമയത്ത് എനിക്ക് കാര്യങ്ങൾ എത്തിച്ചു തരുന്നത്. അവർ തമ്മിൽ ബ്രേക്കപ്പ് ആകില്ല, അവർ തമ്മിൽ കാണും, സംസാരിക്കും. നിങ്ങൾ തമ്മിൽ കാണുന്നതിന് ഒരാഴ്ച മുമ്പ് നിങ്ങൾ തമ്മിൽ കാണുമെന്ന് വീഡിയോ ചെയ്തവളാണ് ഞാൻ. നിങ്ങൾ ഫോളോ ചെയ്തതിന് ശേഷം ഇവർ ഫോളോ ചെയ്തതിന് പിരിയില്ല എന്ന് വീഡിയോ ചെയ്തവളാണ് ഞാൻ. അതൊക്കെ എനിക്ക് നിങ്ങളുടെ കൂടെയുള്ളവർ തന്ന ഉറപ്പിൻ്റെ ധൈര്യത്തിലാണ്. ആ കൂടെയുള്ളവർ ഇന്നും നിങ്ങളുടെ കൂടെ ഉണ്ട് ഡോക്ടറെ, ഉണ്ട്. അപ്പോൾ വിനീത് എന്നെ പേഴ്സണലായിട്ട് ഇവരിങ്ങനെ ബ്രേക്കപ്പായി പൊടി ആത്മഹത്യക്ക് ശ്രമിച്ചു എന്ന് വീഡിയോ ഇടുന്ന സമയത്തിൽ അതിന് എഗെയിൻസ്റ്റ് നിന്ന ഒരാളാണ് ഞാൻ. അതിൻ്റെ പേരിൽ ആരവിൻ്റെ വക ട്രോളും ഏറ്റുവാങ്ങിയ ഒരാളാണ് ഞാൻ. എൻ്റെ ചാനലും നഷ്ടപ്പെടുത്തിയ ഒരാളാണ് ഞാൻ. അപ്പോൾ ഈ പറയുന്ന മാതിരി എന്താ പറയുക, വിനീത് എന്നെ വിളിച്ചിട്ട് ചേച്ചി എന്തറിഞ്ഞിട്ടാണ് സംസാരിക്കുന്നത്, ചേച്ചിക്ക് അറിയാമോ പൊടി യഥാർത്ഥത്തിൽ അങ്ങനെ പറഞ്ഞത് നമ്മളോടാണ്, പൊടി ആത്മഹത്യക്ക് ശ്രമിച്ചു എന്ന് പറഞ്ഞത് നമ്മളോടാണ് എന്നൊക്കെ പറയുന്ന സമയത്താണ് ഞാനിത് നിങ്ങളുടെ കൂടെ നിൽക്കുന്ന വ്യക്തിയോട് ഞാൻ ചോദിക്കുമ്പോൾ, ഡോക്ടറുടെ കൂടെ നിൽക്കുന്ന വ്യക്തിയോട് ചോദിക്കുമ്പോൾ അവർ പറഞ്ഞു പൊടി വീട്ടിലുണ്ട്, ഇപ്പോൾ വീട്ടിലുണ്ടെന്ന്, അല്ലെങ്കിൽ ആ വ്യക്തി ഇല്ലെന്ന് പറയട്ടെ. അങ്ങനെയാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. സോ എനിക്ക് വേറെ നിവൃത്തിയില്ല. ഇവ എന്നോട് ചേച്ചിയോട് ആര് പറഞ്ഞു, അപ്പോൾ പൊടിയാണോ പറഞ്ഞത്? അപ്പോൾ ഞാൻ പറഞ്ഞു ഓ ശരി പൊടി തന്നെ പറഞ്ഞു എന്ന് ഞാൻ പറഞ്ഞു. എന്നിട്ട് അതേ ഞാൻ തിരിച്ച് പേഴ്സണലി വിനീതിനോട് പറഞ്ഞിട്ടുണ്ട്, എന്നോട് പൊടിയല്ല പറഞ്ഞത്, ഞാൻ പൊടിയായിട്ട് സംസാരിച്ചിട്ടില്ല, അതൊരു കള്ളമാണ്, പൊടിയോട് ചേർന്ന് നിൽക്കുന്ന ആൾക്കാരാണ് എന്നോട് പറഞ്ഞത് എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ പിന്നീട് ഞാൻ പറഞ്ഞതിന് ഇപ്പം എന്നോട് പൊടി പറയട്ടെ, നിങ്ങളോട് ചേർന്ന് നിൽക്കുന്നവർ പറയട്ടെ, ഞാൻ പറഞ്ഞതിനല്ല സത്യമായി. ഇവർ പാച്ചപ്പായല്ലോ. നിങ്ങളൊക്കെ ബ്രേക്കപ്പ് ആകുമെന്ന് പറഞ്ഞവരല്ലേ, ഞാൻ പാച്ചപ്പ് ആകുമെന്ന് പറഞ്ഞവളല്ലേ. ഞാൻ പറഞ്ഞതല്ലേ സത്യമായിട്ടുള്ളൂ, നിങ്ങൾ പറഞ്ഞതല്ലല്ലോ സത്യമായത്. അപ്പോൾ എനിക്ക് ഇതിൻ്റെ പേരിൽ ഞാൻ ഇനിയിപ്പോൾ ഡോക്ടർക്കെതിരെ തിരിയും, അല്ലെങ്കിൽ പൊടിക്കെതിരെ തിരിയും, അല്ലെങ്കിൽ ഡോക്ടർക്ക് വേണ്ടിയുള്ള വീഡിയോസ് നിർത്തും എന്നാണ് നിങ്ങളുടെ ചിന്തയെങ്കിൽ ഇല്ല. എടോ, ഞാൻ അയാളെ സ്നേഹിച്ചിട്ടുള്ളത് ആത്മാർത്ഥമായിട്ടാണ്. ഒരിടത്ത് എനിക്കൊരു അടി തെറ്റിപ്പോയി എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് എന്നെ തിരുത്തിക്കൂടാന്നില്ല. അത് തിരുത്തിയാണ് ഞാനിപ്പോൾ വീഡിയോ ചെയ്ത് പോകുന്നത്. നിങ്ങളുടെ മുഖം രക്ഷിക്കാൻ വേണ്ടി എന്നെയും പവറിനെയും എന്നോ പൊടിയുടെ കാര്യമൊക്കെ വരുന്ന സമയത്താണ് പുള്ളിക്കാരൻ പറഞ്ഞ കാര്യം ഇന്നെടുത്തിട്ട് ഈ കലക്കവെള്ളത്തിൽ മീൻ പിടിക്കുന്ന ജിനൂസ് എന്ന് പറയുന്ന വിഷമേ, നിന്റെ വിഷച്ചിന്ത നിന്റെ ഉള്ളിൽ വെച്ചിരുന്നാൽ അത് എന്നോട് എടുക്കാൻ വരണ്ട. നിങ്ങളുടെ മാനിപ്പുലേഷനിൽ വീഴുന്നവർ കാണും, സനുവിനെ കിട്ടത്തില്ല, പവറിനെ അതിന് കിട്ടത്തില്ല. നീ മാനിപ്പുലേറ്റ് ചെയ്തോ, ഞങ്ങളെ ഡോക്ടർ അറിയേണ്ടടോ, എങ്കിലും ഞങ്ങൾ ഡോക്ടറെ സ്നേഹിക്കുന്നവരാടോ. എന്നെപ്പോലെ ഡോക്ടറാൽ അറിയപ്പെടാത്ത എത്രയോ ജനങ്ങൾ ഡോക്ടറെ സ്നേഹിക്കുന്നുണ്ട്. അതിലൊരുത്തിയാണ് ഞാൻ. നിനക്കെന്താ നഷ്ടമുണ്ടോ? നിന്നെ ഇതുപോലെ സ്നേഹിക്കാൻ ആൾക്കാരില്ലല്ലോ. അത്രയും നീ ചിന്തിച്ചാൽ മതി. അത്രയേ ഉള്ളൂ. പിന്നെ ഡോക്ടറോട് ഒരേ ഒരു ചെറിയ അഡ്വൈസ്, ഡോക്ടറെ കാലം ഒരു 5 വയസ്സ് മൂത്തവൾ എന്നുള്ള നിലയ്ക്ക് ഇനിയും ഇതുപോലുള്ളവരെ വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക, ജീവിതത്തിൽ തിരിച്ചടികൾ ഏറ്റുവാങ്ങുക. ഡോക്ടർ ഒരിക്കലും ചെറിയ യൂട്യൂബേഴ്സിനെ നിങ്ങൾ വിശ്വസിച്ചിട്ടില്ല. നിങ്ങൾ എന്നും വിശ്വസിക്കുന്നത് വലിയവരെയാണ്. എന്നിട്ട് പണി എരന്ന് വാങ്ങിക്കൂട്ടും. സത്യം പറഞ്ഞ ഡോക്ടറെ, നിങ്ങളെക്കുറിച്ച് സഹതാപമേ ഉള്ളൂ, വിഷമമേ ഉള്ളൂ. അല്ലാതെ ഒരിക്കലും നിങ്ങളുടെ പേര് പറഞ്ഞ് റീച്ചിന് വേണ്ടിയോ, എൻ്റെ ആദ്യത്തെ ചാനൽ ഉറപ്പായിട്ടും നിങ്ങളുടെ പേര് വെച്ച് തന്നെയാണ് വളർന്നു വന്നത്. ഇപ്പോഴത്തെ ചാനലും തീർച്ചയായിട്ടും റോബിനെ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് വളർന്ന ചാനലാണ്. ഇല്ലയെന്ന് ഞാൻ പറയില്ല. പക്ഷേ അതിലുപരി എൻ്റെ ആദ്യത്തെ ചാനൽ പിന്നീട് നിങ്ങളെക്കുറിച്ചിട്ടുള്ള വീഡിയോകൾ നിർത്തി സ്വന്തം കണ്ടന്റ് ഇട്ട് പോയവളുമാണ്. അതുകൊണ്ട് റോബിനെ സപ്പോർട്ട് ചെയ്യാതെ എനിക്ക് കണ്ടന്റുകൾ ചെയ്യാൻ പറ്റും. പക്ഷെ അങ്ങനെ ഞാൻ നിങ്ങളുടെ വീഡിയോസ് ചെയ്യുന്നത് നിർത്തിയാൽ ഇവർ പറയുന്നത് പോലെ ഇവർ വിചാരിച്ചതുപോലെ ഇവർക്ക് റോബിനെ കുറിച്ച് സംസാരിക്കുന്ന ചാനലുകളെ മുഴുവനും നിർത്തിക്കണം. അതിനുവേണ്ടി എന്ത് തരവഴിത്തരവും ഇവർ ചെയ്യും. എങ്കിൽ ഇവർ വിജയിച്ചതുപോലെ ആയിപ്പോകും ഡോക്ടറെ. അതുകൊണ്ട് മാത്രം നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന വീഡിയോകൾ ഞാൻ ചെയ്യും. പിന്നെ റോബിനോടുള്ള ഒറ്റ വാക്ക്, നിങ്ങളുടെ പേര് പറഞ്ഞ് ഞാൻ ആരെയും തെറി വിളിച്ചിട്ടില്ല.
എൻ്റെ പേഴ്സണൽ ആവശ്യത്തിന് ഞാൻ തെറി വിളിച്ച വീഡിയോയിൽ നിങ്ങളുടെ ഹാഷ്ടാഗ് ഞാൻ വെച്ചിട്ടുമില്ല. ഇപ്പം പോലും നിങ്ങൾക്ക് എൻ്റെ ചാനൽ നോക്കാം. നിങ്ങളെ ബന്ധപ്പെടുത്തി വരുന്ന കാര്യങ്ങളിൽ മാത്രമേ നിങ്ങളുടെ ഹാഷ്ടാഗ് ഞാൻ വെക്കാറുള്ളൂ. ഈ പറയുന്ന ജെട്ടി ജിനുവിനെയോ വിനീതിനെയോ വിധിയെയോ ഞാൻ പറയുന്നതിലൊന്നും നിങ്ങളുടെ പേര് ഞാൻ ഹാഷ്ടാഗ് വെച്ചിട്ടില്ല, വെക്കുകയുമില്ല. സനുവിന് പറയേണ്ടത് സനുവിൻ്റെ പേര് പറഞ്ഞ് പറയും. അതിന് റോബിൻ്റെ നിഴൽ എനിക്ക് ആവശ്യമില്ല. അത് ജിനു മനസ്സിലാക്കിയാലും കൊള്ളാം, വിനീത് മനസ്സിലാക്കിയാലും കൊള്ളാം, വിവി മനസ്സിലാക്കിയാലും കൊള്ളാം, ആര് മനസ്സിലാക്കിയാലും കൊള്ളാം. അപ്പോൾ മാനിപ്പുലേറ്റർ മിസ്റ്റർ ജെട്ടി ജിനു, നിന്റെ കയ്യിലെ വിഷം നീ അവിടെ ഇറക്കി വെക്കുക. സനുവിനെ എന്താ പറയുക, തകർക്കാം അല്ലെങ്കിൽ തളർത്താം, ഈ പറയുന്ന റോബിനെതിരെ തിരിക്കാം, അല്ലെങ്കിൽ റോബിൻ്റെ വീഡിയോസ് ചെയ്യാതിരിക്കാൻ വേണ്ടി മാനിപ്പുലേറ്റ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞൊരു വലിയ കലം വെള്ളം നീ ഗ്യാസ് സ്റ്റൗവിൽ ഇപ്പോൾ വെച്ചിട്ടില്ലേ, ഇറക്കി വെക്ക്. തിളച്ചിട്ടും പ്രയോജനമില്ല, അരിയിട്ട് വേവിക്കാൻ പറ്റത്തില്ല, ഗ്യാസ് വേസ്റ്റ് ആവും മോനെ, ഇറക്കി വെക്ക്. അപ്പോൾ പിന്നെ ഗൈസ് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ സൈനിങ് ഓഫ് സാനു ഫ്രം Triple S 2.0.